السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي خلق الإنسان علمه البيان والصلاة والسلام على من أنزل عليه أفضل التبيان وعلى آله وصحبه أهل الكرم والامتنان ومن تبع هداهم وكفى نحوهم بالإحسان. പരിശുദ്ധ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ഇന്ന് നാം ചർച്ച എടുക്കണമെങ്കിൽ വിഷയ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മഹ്ശറയിൽ പരലോകത്ത് ഖിയാമത്ത് നാളിലുണ്ട് ഷഫാഅത്ത് ചെയ്യണമെങ്കിൽ വിഷയ എല്ലാ ആൾമാർക്കും തുണ്ടല്ലേ. അതിൽപ്പെട്ട 12 രൂപത്തെ ഷഫാഅത്ത് നബി തങ്ങൾ ചെയ്യരുത്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ എത്തിക്കിടും ഉണ്ട് എന്നാണ് ചർച്ചകൾ എടുത്തോണ്ടല്ലേ. 12 രൂപത്തെ ഷഫാഅത്തല്ല, വ്യത്യസ്തമായ റിപ്പോർട്ടിൽ നിന്ന് ഉണ്ടായെങ്കിലും വ്യത്യസ്തമായ റിപ്പോർട്ടിൽ ഇതൊക്കെ ജാസ്തി കാണ്ട്. എന്നാൽ ഒന്നാണ് എൻ്റെ അടുക്കിടെ 12 രൂപത്തെ ഷഫാഅത്ത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആക്കിട് ചൊല്ലുന്നത് ഒരു വിഷയമായിട്ടേക്കിടും. അത് എപ്പോൾ നാലെല്ലാ ആൾമാരും മഹ്ശറക്ക് എത്തിയിട്ടാകുമ്പോൾ ഒരാൾക്കും പിന്നൊരാൾ ഉപകാരാക്കണമെങ്കിൽ സാഹചര്യം ഇല്ലാണ്ടാകുമ്പോൾ ഓരോരുത്തരും നഫ്സി 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 ചെന്നിട്ടു അവനാക്കിയ തപ്പുകളെ കൊണ്ടു ടെൻഷനിൽ ഉൾപ്പെടുന്നെങ്കിലത്തെ ടൈമിലായിട്ടിക്കട് ആരെങ്കിലും ഒരു ഷഫാത്ത് കിട്ടുക, ആരെങ്കിലും എന്ത് റെക്കമെൻഡേഷൻ കിട്ടുക ചെന്നിട്ട് മനുഷ്യന്മാർ അപ്പുറം ഇപ്പുറം ഓടെങ്കിലത്തെ ഒരു ടൈമോ ആ ടൈമിൽ നബി തങ്ങളായിട്ടിക്കട് ഷഫാത്ത് ചെയ്യേ. അണ്ടത്തെ നാലെങ്ങനെ ചൊന്നുണ്ടായെങ്കിൽ ഫിയോമിങ് കാനമിക്കുതാറുഹു ഹംസൂന അൽഫസന ഒരു 4 ചൊന്നുണ്ടായെങ്കിൽ മഹ്ശറത്തെ ഒരു 4 ചൊന്നുണ്ടായെങ്കിൽ 50,000 വർഷമായിട്ടിക്കട് അതൊരു ദീർഘ ദുനിയാവിലുള്ള 50,000 വർഷ തീരുമ്പോൾ ഒരു നാളായിട്ടിക്കട് മഹ്ശറിലുള്ള അങ്ങനത്തെ എത്രമാ നാളിൽ മഹ്ശറിന്റെ വിചാരണ നടക്കുന്ന ടൈമിലോ ആർക്കും ഉപകാരം കിട്ടാത്ത ടൈമിലോ നബി തങ്ങ ഷഫാഅത്തായിട്ടിക്കട് കിട്ടേ. അതുപോലെ ഷാഫി ഇൻ അതുപോലെ മുഷഫ ഉണ്ട് ചൊന്നത് പോലെ നാനായിട്ടിക്കടെ ഷഫാഅത്ത് ചെയ്യേണ്ട നബി തങ്ങ ആ ചൊന്ന ഷഫാഅത്തിലെ 12 വിവിധങ്ങളായ രൂപങ്ങളായിട്ടിക്കട് ഇന്നങ്ങ് ചർച്ചയാക്കിക്കൊണ്ടല്ലേ. അതിൽ ഒന്നാമത്തേത് ഷഫാഅത്തുൽ ഉളുമാണ്ടായിട്ടിക്കട് നബി തങ്ങളെ ഞങ്ങൾ സാധാരണ ബാങ്കലിഞ്ഞിട്ട് ദ്വാർക്കടല്ലേ ഉറസുക്കുന്ന ഷഫാഅത്തുഹു ചൊല്ലുടെ നബി തങ്ങളുടെ ആ പരിശുദ്ധമായ ഏറ്റവും വലിയ ഷഫാഅത്തായിട്ടിക്കട് അർശരെ മുട്ട പോയിട്ട് സുജൂദുൽ മൂന്നിട്ട് നബി തങ്ങൾ അള്ളാഹുട്ടക്കേക്കടെ ഷഫാഅത്ത് അതായിട്ടിക്കട ഷഫാഅത്തുൽ ഉളുമ. അത് സംബന്ധമായിട്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് വേറെ മുറി ചർച്ചയാക്കാം. അതിലൊരുപാട് വിശദീകരിക്കണമെങ്കിൽ റൂപ്പുണ്ടു. എല്ലാ ആൾമാരും എല്ലാ നബിമാരെ മുട്ട പോയിട്ട് അങ്ങ് റിട്ടേൺ നബി തങ്ങ അങ്ങ് പെറുകു വിട്ടിട്ട് നബി തങ്ങട്ട വണ്ടെങ്കിൽ ഒരു ടൈമുള്ളൂ നബി തങ്ങ അത് വിശദീകരിക്കണ ഒരു വിഷയം. ആ അർശര മുട്ട പോയിട്ട് നബി തങ്ങ സുജൂദലാക്കിയിട്ട് അള്ളാഹുട്ടക്കേക്കടെ ഷഫാഅത്തായിട്ടിക്കട് അഷഫാഅത്തുൽ ഉളുമ. അത് ഒന്നാമത്തെ ഷഫാഅത്തായിട്ടിക്കട് നബി തങ്ങ മഹ്ശറിൽ വെച്ചിട്ടാക്കണമെങ്കിൽ ഒന്നാമത്തെ ഷഫാഅത്ത്. ആ ഷഫാഅത്ത് ആർക്കും ആക്കൂ, അത് നബി തങ്ങൾ ഒരു പ്രത്യേകതയായിട്ടിക്കട് ആർക്കും അത് സാധ്യമില്ലാത്തെങ്കിൽ ഒരു വിഷയമായിട്ടിക്കട്. രണ്ടാമത്തെ ഷഫാഅത്ത് ഷഫാഅത്തുലി അഹ്ലിൽ ജന്നത്തിൽ ദുഖൂലിൽ ജന്ന. ഈ ഹിസാബെല്ലാം എടുത്തിട്ടാൽ പിന്നെ ചില മനുഷ്യന്മാരെ സ്വർഗാവകാശികളായിട്ട് അള്ളാഹു തീരുമാനിച്ചാൽ പിന്നെ സ്വർഗത്ത് അങ്ങനെ കടത്തറ. സ്വർഗത്ത് കടത്തിട്ടാകുമ്പോൾ സ്വർഗം കാക്കട മലക്ക് അങ്ങനെ വിടില്ല. വിടാണ്ടാകുമ്പോൾ അങ്ങനെ നബി തങ്ങളെ മുട്ട വണ്ടാറ് നബി തങ്ങ പോയിട്ട് സ്വർഗത്തെ മുട്ട പോയിട്ട് ആ സ്വർഗം കാക്കട മലക്കട റിദ്വാൻ അലി ഇസ്ലാമിനെ മുട്ട പോയിട്ട് ബായിൽ സ്വർഗത്തെ ഡോർ ഓപ്പൺ ആക്കി ചൊല്ലുമ്പോൾ ആ മലക്ക് ചൊല്ലു കേക്കിട് നിങ്ങൾ 6 കേട്ടിട്ടാകുമ്പോൾ അന മുഹമ്മദ് ചൊന്നിട്ടാൻ പോയിട്ടിക്കട് ആ ഒരു സ്വർഗത്തെ ഡോർ ഓപ്പൺ ആക്കി കൊടുക്കടേ റിദ്വാൻ റളിയല്ലാഹു അൻഹു. അപ്പൊ സ്വർഗാവകാശികൾക്ക് സ്വർഗ കിട്ടിയെങ്കിൽ പോലും നബി തങ്ങളെ ഷഫാഅത്ത് ഇല്ലാണ്ട് സ്വർഗത്തെ ബായിലെ ഓപ്പൺ ആക്കില്ല. അതായിട്ട് രണ്ടാമത്തെ ഷഫാഅത്ത്. സ്വർഗത്ത് പ്രവേശ കിട്ടിയ ആൾമാരുടെ സ്വർഗത്ത് കടത്തറൂ ചൊന്നിട്ടാക്കണമെങ്കിൽ ഷഫാഅത്ത്. അത് രണ്ടാമത്തെ ഷഫാഅത്തായിട്ടിക്കട്. ഇനി മൂന്നാമത്തെ ഷഫാഅത്ത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ തൻ്റെ മൂത്താബ അബൂ താലിബ് ചൊല്ലുടെ ആളുകൾ മഹ്ശറിൽ വെച്ചിടാക്കണമെങ്കിൽ ഒരു ഷഫാഅത്ത്. നബി തങ്ങളെ ജീവിതത്തിൽ താണും തണലുമായിട്ട് ഇന്ന് 6ാമത്തെ വർഷത്തിൽ ഉമ്മ മരിച്ചിട്ട് 8ാമത്തെ വർഷമാകുമ്പോൾ അജ്ജ മരിച്ചിട്ട് 8 വർഷം പിന്നെ ഏകദേശം 50 വർഷത്തോളം നബി തങ്ങൾക്ക് എല്ലാമായിട്ട് ഇന്നെങ്കിൽ അബൂ താലിബ് ചൊല്ലുടെ ആള് നബി തങ്ങളെ മൂത്താബൈറ്റിക്കട് അലിയാറ് തങ്ങളെ അലീബ് നബി താലിബിയുടെ ബാപ്പൈറ്റിക്കട്. പക്ഷേ ഇസ്ലാം സ്വീകരിക്കണമെങ്കിൽ ഒരു ഭാഗ്യ അതിൽ കിട്ടിയിട്ടില്ല. നബി തങ്ങൾ ഭാര്യ ആഗ്രഹിച്ചിട്ട് അബൂ താലിബ് ചൊല്ലുടെ മനുഷ്യ
ആ ഒരു വ്യക്തി എന്താക്കണു ചെന്നുണ്ടായെങ്കിൽ ഇസ്ലാം സ്വീകരിക്കണു ഹിദായത്ത് കൊടുക്കണോട്ടു നബിക്ക് ഭാര്യ ആഗ്രഹിന്നെങ്കിൽ പോലും ലാസ്റ്റ് ഹിദായത്തില്ലാണ്ട് മരിച്ച ആളായിട്ടിക്കട് അയാൾക്ക് നബി തങ്ങളുടെ എല്ലാം ശത്രുങ്ങ മുഷരിക്കീങ്ങ കുറേശീങ്ങ ഏതെല്ലാം രൂപത്തെ ഉപ്പതറാക്കിയാറ ആ ഉപ്പതറാക്കുന്ന ടൈമിലെല്ലാം സപ്പോർട്ടാക്കിക്കൊണ്ടിരുന്നത് ബഹുമാനപ്പെട്ട അബൂ താലിബ് ജോലിയുടെ മുത്താബായിട്ട് ഇന്ത് ആ മൂത്താബ പരലോകത്ത് വരുമ്പോൾ നരകത്തിൽ പോകു തീരാ ചെന്നിട്ടു ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അവിടെ ഒരു ഷഫാഅത്താക്കൊണ്ടു ലഅല്ലഹു തൻഫഉഹു ഷഫാഅതി യൗമൽ ഖിയാമ ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കണ്ട് നാണ് ഷഫാഅത്താക്കടെ ഷഫാഅത്ത് എൻ്റെ മുത്താബ അബൂ താലിബ് ഉപകാര കിട്ട സാധ്യത ഉണ്ടു നബി തങ്ങൾ ബുഖാരി ഹദീസ് നബി തങ്ങൾ ചൊന്ന ഹദീസ് ബുഖാരിൽ റിപ്പോർട്ട് ആയിട്ടുണ്ടല്ലേ അതായിട്ടിക്കട് തൻ്റെ മൂത്താബയിട്ടിക്കടെ അബൂ താലിബ് ചൊല്ല ആളുകൾ നബി തങ്ങളെ ആക്കടെ ഷഫാഅത്ത് ഇന്നത്തെ ക്ലാസ്സിൽ ചൊന്നെങ്കിൽ മൂന്നാമത്തെ ഷഫാഅത്ത് ഇട്ടിക്കട് നാലാമത്തെ ഷഫാഅത്ത് നബി തങ്ങാക്കടെ തൻ്റെ സമുദായത്തിൽപ്പെട്ട ചില മനുഷ്യന്മാർ ഒരു ഹിസാബും ഇല്ലാണ്ട് പരലോകത്തിൽ വിചാരണ ഇല്ലാണ്ട് അങ്ങ് ദുനിയാവിലാക്കിയ തപ്പു ആ ശരി അതൊന്നും വിചാരണ ഇല്ലാണ്ട് ഡയറക്റ്റ് സ്വർഗ ഹിസാബ് എന്തും ഇല്ലാണ്ട് ഒരു ചോദ്യവും അല്ല കേൾക്കാണ്ട് ഡയറക്റ്റ് കുറെ ആൾമാരെ സ്വർഗത്ത് കടത്തുന്നു ചെന്നിട്ടു നബി തങ്ങൾ ഷഫാത്താക്കിട് ആ ഷഫാത്താക്കിട്ട ആൾമാർ ആരെല്ലാം ചെന്നിട്ടു വ്യത്യസ്തമായ ഹദീസിൽ നബി തങ്ങൾ വഴിപാടിയിട്ടുണ്ട് അത് ഞങ്ങളോട് ചർച്ചയാക്കില്ല. അപ്പൊ നാലാമത്തെ വിഭാഗ ഹിസാബ് ഇല്ലാണ്ട് ഒരു ചോദ്യവും അല്ല കേൾക്കാണ്ട് സ്വർഗത്ത് പോകൂ കുറെ ആൾമാരെ നബി തങ്ങൾ ഷഫാത്താക്കിട് അതായിട്ടിക്കിട് നാലാമത്തെ ഷഫാത്ത്. അഞ്ചാമത്തെ ഷഫാത്ത് കുറെ ആൾമാരെ നരകത്ത് അള്ളാഹു കടത്തിട്ടിക്കട ആ കടത്തിട്ട് ഇന്ന ആൾമാരെ അതിൽ നിന്നിട്ട് പുറത്താക്കിയിട്ട് സ്വർഗത്ത് കടത്തുന്നുണ്ടു നബി തങ്ങളുടെ ഷഫാത്താക്കിട് തൻ്റെ സമുദായത്തിൽപ്പെട്ട ആൾമാർ നരകത്തെ ആ തീയിൽ ബെന്തിട്ട് ഉറുകിടങ്കത്തെ ആ ഒരു കഷ്ടപ്പാട് ബണ്ടെങ്കത്തെ അത് കാണൂ നബി തങ്ങൾക്ക് സാധിക്കില്ല. നബി തങ്ങൾക്ക് ഉൽപ്പ് പണ്ട് ബേജാറാവിടൂ റബ്ബുട്ട വീട് ചൊല്ലു അള്ളാഹുവേ എൻ്റെ സമുദായത്തിൽപ്പെട്ട ആൾമാർ നരകത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ടുള്ളതിനൊക്കെ കാണുക സഹിക്കില്ല അള്ളാഹുവേ അങ്ങനെ ആ നരകത്തിൽ നിന്നൊന്ന് നീ പുറത്താക്കിയിട്ട് ചെന്നിട്ടു നബി തങ്ങളുടെ ഉൾപ്പിട്ടിട്ടൊരു ഷഫാത്താക്ക കൊണ്ടു അത് അഞ്ചാമത്തെ ഷഫാത്ത് ഇട്ടിക്കിട്. ആറാമത്തെ ഷഫാത്ത് നരക ഉറപ്പായ ആൾമാർ നരകത്ത് പോകൂ ടിക്കറ്റ് എടുത്ത് നിന്റെ ആൾമാർ അങ്ങ് നരകത്ത് കടത്തണ്ടാ ചൊല്ലണമെങ്കിൽ തുറ ഷഫാത്ത് നബി തങ്ങളെ ആ കരുണ എത്ര നോക്കറു പരിശുദ്ധമായ റബീഉൽ അവ്വൽ മുതൽ വരുമ്പോൾ നബി തങ്ങളുടെ പേരിൽ മൗലൂദും സ്വലാത്തും അതുമല്ല ഞങ്ങൾ ജാസ്തി ആക്കണം. കാരണം എന്തേ ഒന്നുണ്ടായെങ്കിൽ ഈ പരലോകത്ത് എത്തുമ്പോൾ നബി തങ്ങൾ ഞങ്ങൾക്ക് ഷഫാത്താക്കട് നരകത്ത് ടിക്കറ്റ് എടുത്ത ആൾമാർ നരകത്ത് പോകും റെഡിയാവുമ്പോൾ അവിടെ നബി തങ്ങൾ എൻട്രി ആവിടൂ അള്ളാഹുട്ട ചൊല്ലു അള്ളാഹുവേ എൻ്റെ സമുദായത്തേക്കിട് എൻ്റെ സമുദായത്തെ ഒരാള് നരകത്തിൽ കഷ്ടപ്പെട്ടത് നക്ക് സഹിക്കുകയാവില്ല അള്ളാഹു ചെന്നിട്ടു നരകാവകാശികളെ നരകത്ത് കടത്തണ്ടാൻ ചെന്നിട്ടു അള്ളാഹുട്ടൊരു ഷഫാത്താക്കിട് അതയിട്ടിക്കിട്. ആറാമത്തെ ഷഫാത്ത്. ഏഴാമത്തെ ഷഫാത്ത് ഈമാനിന്നെ ആൽമാർ സ്വർഗത്ത് കടക്കിടാറല്ലേ ആ സ്വർഗത്ത് കടന്ന് മുഅ്മിനീങ്ങ ആ മുഅ്മിനീങ്ങളിൽ നിന്ന് കുറെ ആൽമാരുടെ സ്ഥാനം നീ ജാസ്തിയാക്കണോ അങ്ങനെ ഫവർ അങ്ങനെ ദറജ നീ അധികരിപ്പിക്കണോണ്ട് ചെന്നിട്ടു അള്ളാഹുട്ട ഒരു ഷഫാത്ത് നബി തങ്ങ ആക്കൊണ്ടു അത് നബി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറെ കാര്യങ്ങൾ ഈ ദുനിയാവിൽ ആറെല്ലാക്കിടാറാ അങ്ങനെല്ലാ ആൾമാർക്കും നബി തങ്ങ എന്താക്കിയിട്ട് അവിടെ സ്വർഗത്തെ സ്ഥാന ജാസ്തിയാവൂ ദ്വാർക്കിടയ്ക്ക് ഷഫാത്തുണ്ട്. മാത്രമല്ല ദുനിയാവിൽ നബി തങ്ങ കുറെ ദ്വാർന്നതുണ്ടല്ലേ അബൂ സലമ റളിയല്ലാഹു അൻഹു നബി തങ്ങ ദ്വാർന്നത് ഹദീസിൽ കണ്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമത വർഫഅ ദർജതഹു ഫിൽ മഹ്ദിയീൻ അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചപ്പ മയ്യത്ത് കാണാൻ പോയെങ്കിൽ നബി തങ്ങ അവിടെ സദസ്സിൽ ദ്വാർന്നേറ്റിക്കിട് അല്ലാഹുവേ അബൂ സലമക്ക് നീ മാപ്പ് കൊടുക്കണേ അല്ല ദോഷങ്ങൾ പൊറുക്കണേ അല്ല അബൂ സലമയുടെ ദറജ സ്വർഗത്തിൽ വെച്ചിട്ട് നീ അധികരിപ്പിക്കണേ എന്ന് ചെന്നിട്ടു നബി തങ്ങ അവിടെ ദ്വാർന്നത്. അങ്ങനത്തെ ഒരുപാട് ആൾമാർക്ക് അങ്ങനെ സ്ഥാനമാണ് സ്വർഗത്തെ സ്ഥാനമാണ് ജാസ്തിയാവണമെന്ന് ചെന്നിട്ട് നബി തങ്ങ ദ്വാരക്കിട് ഷഫാത്താക്കിട് അത് ഏഴാമത്തെ ഷഫാത്ത് ഇട്ടിക്കിട് ഇന്നത്തെ ചർച്ചാക്കട വിഷയത്തിൽ. ഇനി എട്ടാമത്തെ ഷഫാത്ത് മദീനത്തിൽ മരിച്ചുപോയ മുഅ്മിനീങ്ങൾക്ക് അങ്ങ് സ്വർഗം കൊടുക്കണേ അല്ലാണ്ട് നബി തങ്ങളെ ഷഫാത്ത് ഒന്നുണ്ട്. മദീനത്ത് മരിക്കടേ ചെന്നിങ്ങത് ചില്ലറ വിഷയം എന്തുള്ള വലിയ ഭാഗ്യം എന്നതേറ്റിക്കിട് മദീനത്തിൽ മരിക്കുക ചൊല്ലുകൊടുത്തു അത് അല്ലറ ചില്ലറ വിഷയം എന്തുമല്ല. ആ ഭാഗ്യം ആൾമാർ വളരെ തുച്ഛമായ ആൾമാരായിട്ടിക്കിട് മദീനത്തിൽ മരിച്ചിട്ട് അവിടെ ജന്നത്തുൽ ബഖീല കടക്കിടങ്കത്തെ ആൾമാരെ ഫവർ ചെന്നിട്ട് ഫലമില്ല. നബി തങ്ങൾ ചെന്ന് ഒരു ഹദീസിൽ കണ്ട് മനിസ്തതാ മിൻകും അൻ യമൂത ബിൽ മദീനതി ഫൽയഫ്അൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും മദീനത്തിൽ പോയിട്ട് മരിക്കുക സാധ്യത ഇന്നുണ്ടായെങ്കിൽ നിങ്ങളെ കൊണ്ട് അത് ആവിടെങ്കിൽ നിങ്ങൾ അത് ആക്കറു
കാരണം എന്തേ ഫഇന്നി അശ്ഹദു ലിമൻ മാത ബിഹാ, പരിശുദ്ധമായ ആ മദീനയിൽ മരിച്ചിട്ട് കിടക്കണമെങ്കിൽ ആൽമാർക്ക് പരലോകത്ത് എത്തുമ്പോൾ ഞാൻ ഷഫാത്താക്കിടാണ്ട് പൊന്നാറ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷഫാത്ത് ചെയ്യെങ്കിൽ അത് ഞങ്ങൾ ഇതിൻ്റെ ചർച്ചയുടെ വിഷയത്തിലുള്ളെങ്കിലത്തെ 8ാമത്തെ ഷഫാഅത്ത് അതായിട്ടിക്കട് മദീനത്തിൽ മരിച്ചു പോണ്ടെങ്കിൽ നബി തങ്ങ ആക്കിടങ്കത്തെ ഷഫാഅത്ത്. ഇനി ഒലിമാമത്തെ ഷഫാഅത്ത് ഇതെന്ത് കേട്ടെങ്കിൽ പൊന്നാറ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലിന്റെ മുഅ്മിനീങ്ങൾക്കിടാർ എല്ലാ നാളും സ്വലാത്ത് ചൊല്ലിടങ്ങ അങ്ങക്ക് നബി തങ്ങ പ്രത്യേകമായിട്ടൊരു ഷഫാത്താക്കൊണ്ട് ആരെങ്കിലും നിന്റെ മേൽ സ്വലാത്ത് ചൊന്നെങ്കിൽ വജബത്ത് ലഹു ഷഫാത്തീൻ ചൊന്ന ഹദീസെല്ലാം കണ്ട് നിരന്തരമായിട്ട് നബി തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലങ്ങ അത് ഈമാനിൽ നിങ്ങൾക്ക് മാത്രം സാധിക്കറേറ്റേക്കട്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ പറയുമ്പോൾ ലക്ഷക്കണക്കിൽ കോട്ടിക്കണക്കിൽ സ്വലാത്തുകൾ വേറെ എന്തും ചൊല്ലാണ്ട് സ്വലാത്ത് മോത്ത് അധികരിപ്പിക്കണമെങ്കിൽ ധാരാളം മീനിങ്ങുള്ള ധാരാളം പെണ്ണിങ്ങുള്ള അങ്ങനെ ഉദ്ദേശം നബി തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊന്നിട്ട് സ്വർഗ്ഗ കടക്കുന്നുണ്ടായിട്ടേക്കട്. അങ്ങനെ എല്ലാ ആൾമാർക്കും ഒരു സന്തോഷ വാർത്ത ഉള്ളത് നബി തങ്ങളെ പേരിൽ ആറല്ല സ്വലാത്ത് ചൊല്ലാറാ. ആ സ്വലാത്ത് ചൊല്ലങ്ങൾക്ക് പരലോകത്ത് വെച്ചിട്ട് ഒരു നല്ല ഒരു റെക്കമെൻഡേഷൻ അള്ളാഹുട്ടാക്കടാ. അള്ളാഹുവെ നീ അങ്ങക്ക് സ്വർഗം കൊടുക്കണേ ചെന്നിട്ടു സ്വലാത്ത് ചൊല്ലങ്ങൾക്ക് നബി തങ്ങളെ പ്രത്യേകമായിട്ട് ഒരു ഷഫാത്ത് ചെയ്ത് അതായിട്ടിക്കട് ഇണ്ടത്തെ ഒലിമ്പാമത്തെ ഷഫാത്ത് സ്വലാത്ത് ചൊല്ലുന്ന ആൾമാരുടെ പേരിലേറ്റിക്കട്ടെ ഷഫാത്ത്. ഇനി ഞങ്ങൾ 10ാമത്തെ ഷഫാത്ത് ഏത് ഞങ്ങൾ നോക്കിയുണ്ടായെങ്കിൽ നബി തങ്ങ പരലോകത്ത് വെച്ചിട്ടാക്കണമെങ്കിൽ പ്രത്യേകമായ ഒരു ഷഫാത്ത് നബി തങ്ങളെ ഉമ്മത്തി അവിടെ ഇക്കടാറ് ആദം നബിയുടെ ഉമ്മത്ത്, അതുപോലെ നോഹു നബി, ഇബ്രാഹിം നബി, മൂസാ നബി, ഈസാ നബി, അങ്ങനെ ഒരുപാട് നബിമാരുടെ സമുദായം അവിടെ ഇക്കട്. ആ സമുദായത്തെ നടുലു നബി തങ്ങക്ക് നന്റെ സമുദായത്തെ ആൽമാരെ ഫസ്റ്റ് നിന്ന് സ്വർഗത്ത് കടത്തുന്നു ചൊല്ലണമെങ്കിൽ ഒരു ഷഫാത്തുണ്ട്. അള്ളാഹുവേ ബാക്കിന്ന നബിമാരെ എതിർಲು നക്ക് നീന നാണക്കേടാക്കോ തീരാ. ബാക്കിന്ന നബിമാരുടെ ആൽമാർ അങ്ങനെ സമുദായത്തെങ്ങ അങ്ങനെ ഉമ്മത്തിങ്ങ സ്വർഗത്ത് പോകുമ്പോൾ നന്റെ സമുദായത്തിൽപ്പെട്ട ആൽമാർ അവിടെ മഹേശ്വരിലെ ബാക്കിയായിട്ടിക്കണത് അത് നക്ക് ഒരു അവമാനമായിട്ടിക്കണ ഒരു ഇൻസൾട്ടായിട്ടിക്കട്. അതുകൊണ്ട് ബാക്കിന്ന സമുദായത്തെ നോഹു നബിർ ആൽമാർ, മൂസാ നബിർ ആൽമാരെ സ്വർഗത്ത് നീന് കടത്തിറാണ്ടി മുന്നല്ലോ നന്റെ സമുദായത്തിൽപ്പെട്ട ആൽമാരെ നീന് സ്വർഗത്ത് കടത്തുകൊണ്ട് ചെന്നിട്ടു നബി തങ്ങ ഒരു ഷഫാത്ത് അവിടെ ചെയ്യിട് അതായിട്ടിക്കട്. ഞങ്ങൾ ഇന്നത്തെ ചർച്ചയുടെ 10ാമത്തെ ഷഫാത്ത് ബാക്കി നബിമാരുടെ സമുദായത്തിലാണ്ടി മുന്നളു നന്റെ സമുദായത്തെ നീ സ്വർഗത്ത് കടത്തുകൊണ്ട് ചെന്നിട്ടു അള്ളാഹുട്ട കേക്കിടക്കത്തെ ഷഫാത്ത്. അത് 10ാമത്തെ ഷഫാത്ത് ആയിട്ടിക്കട് ഞങ്ങളുടെ ചർച്ച ആക്കിയതില്. 11ാമത്തെ ഷഫാത്ത് ഏതെങ്കിൽ അഹ്ലുൽ അറാഫിയുടെ ആൽമാറിക്കട പരിശുദ്ധ ഖുർആനെല്ലാം അങ്ങനെ വ്യക്തമായിട്ട് സൂറത്തുൽ അറാഫിലെല്ലാം ചുന്തന്നർ അങ്ങനെ അവസ്ഥ എന്തുണ്ടായെങ്കിൽ അങ്ങ് തപ്പുവാക്കിയിട്ടിക്കിടാറ് നല്ലതും ആക്കിയിട്ടിക്കിടാറ്, നല്ല സൽക്കർമ്മമാക്കിയിട്ടിക്കിടാറ്, ദോഷങ്ങളും ആക്കിയിട്ടിക്കിടാറ്. രണ്ടും എന്തായിട്ട് അവിടെ നന്മയും തിന്മയും തൂക്കൂടെ തിറാസിൽ ഇട്ട് നോക്കുമ്പോൾ രണ്ടും ഒരേപോലെ ബന്ത് 50-50 അവിടെ നന്മയും ജാസ്തിയില്ല തിന്മയും ജാസ്തിയില്ല. ഓർത്താറ് നല്ലത് ജാസ്തി ഉണ്ടെങ്കിൽ സ്വർഗ്ഗം കിട്ടും, വെടക്ക് ജാസ്തി ഉണ്ടെങ്കിൽ നരക കിട്ടും. ഇത് അപ്പുറത്ത് സ്വർഗത്തേക്ക് പോകുമല്ല ഇപ്പുറത്ത് നരകത്തേക്ക് പോകുമല്ല, 50-50 നിൽക്കുന്ന ആൾമാരെ അള്ളാഹുവെ അങ്ങളെ നീನು സ്വർഗത്ത് കടത്തേണ്ടി ചെന്നിട്ടു നബി തങ്ങ ഷഫാത്താക്കട്. ആ ഷഫാത്തായിട്ടിക്കട് അഹ്ലുൽ അഹ്റാഫിയുടെ ആൽമാർക്ക് ആക്കണക്കിന്റെ ഷഫാത്ത്. അത് ഞങ്ങൾ ഇന്നത്തെ ചർച്ചയുടെ 11ാമത്തെ ഷഫാത്തായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. അതുപോലെ 12ാമത്തെ ഷഫാത്ത് നബി തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട വലിയ വലിയ തപ്പു ആക്കിയ ആൽമാർ, ആ തപ്പു ആക്കിയ ആൽമാർക്ക് നബി തങ്ങൾ ഷഫാത്താക്കട്. നാനിവിടെ ചൊന്നല്ലേ നബി തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാളും ശാശ്വതമായിട്ട് നരകത്തിൽ കിടക്കുന്നത് നബി തങ്ങൾക്ക് ഇഷ്ടമേ ഇല്ല. അതേ സമയത്ത് ദുനിയാവിൽ ജീവിക്കുന്ന ടൈമിൽ നബി തങ്ങ ചൊന്നൊരു ഹറാമിയത്തായ വലിയ വലിയ അക്ബറുൽ കബായിറായ ദോഷങ്ങളാ കൂത്തീറ. നിങ്ങ എന്താക്കോ സിന കൂത്തീറ, അതുപോലെ ബഡ്ഡീർ കൂത്തീറ, അക്രമമായിട്ട് കൊല കൂത്തീറ, വ്യഭിചാര ആരോപങ്ങൾ ആക്കുത്തീറ, അങ്ങനെ തുടങ്ങിയിട്ട് വലിയ വലിയ തപ്പുവാക്കത്തീറാണ്ട് ചൊന്ന ആൽമാർ ഞങ്ങളെ എന്ത് സാഹചര്യം കൊണ്ടാ അല്ലെങ്കിൽ തടിയിച്ചക വഴിപ്പെട്ടിട്ടാ ഇബ്ലീസിന്റെ ഷറിൽപ്പെട്ടിട്ടാ വലിയ വലിയ ദോഷാക്കിട്ടിക്കിടാർ. ആ വലിയ ദോഷാക്കിയ ആൽമാർക്ക് അള്ളാഹു നരകത്ത് കിടത്തിയിട്ട് കഠോരമായ ശിക്ഷ കൊടുക്കുന്ന ടൈമിലോ അത് കണ്ടിട്ട് നബി തങ്ങളെ മനസ്സ് അലിയിട് ബേജാറാവിടും. അള്ളാഹുട്ട പോയിട്ട് ചൊല്ലിടു, അള്ളാഹുവേ നന്റെ സമുദായത്തേക്കറ് ഇത് ശാശ്വതമായിട്ട് ഇങ്ങനെ നരകത്തിൽ തെക്കരുത് നക്ക് ഇഷ്ടമില്ല അള്ളാഹുവേ നക്കത് ഭയങ്കര ബേജാറാവിടും ചൊല്ലുമ്പോൾ അങ്ങനെ ആ ഒരു
ನೀನು ಇಪ್ಪ ಕೊಡುತ್ತೆ ಶಿಕ್ಷೆ ಅದ್ರ ತೆಲ್ಲು ನೀನು ಈಸಿಯಾಕಿ ಕೊಡುಕು, ಸ್ಟ್ರಾಂಗ್ ಕೊಡುತ್ತೆ ಶಿಕ್ಷರೆ ತೆಲ್ಲು ನೀನು ಲಘು വീരിച്ചിട്ട് തെല്ല് കൊറടിയാക്കി കൊടുക്കുകൊണ്ടു അള്ളാഹുട്ട ഷഫാത്താക്കിട് തെല്ല് പാർത്തിട്ട് അള്ളാഹു അതാക്കി കൊടുത്തിട്ടാകുമ്പോൾ തെല്ല് പാർത്തിട്ട് അങ്ങനെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്ക് ചൊല്ലുടങ്കത്തെ റൂപത്ത് ഷഫാത്താക്കിടുണ്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി ചൊന്നെങ്കത്തെ ആ ഒരു ഹദീസിലെല്ലാം കാണ്ട് എല്ലാ നബിമാർക്കും ദുആ ഉണ്ട്, ലിക്കുല്ലി നബിയ്യിൻ ദഅവത്ത്, എല്ലാ നബിമാർക്കും ഓരോരോ ദുആ ഉണ്ട്. ആ ദുആ എല്ലാ നബിമാരും ദുനിയാവിലെ ദുആർന്നിറാറ്, ನಾನು ಮಾತ್ರ ದುನಿಯಾവുൽ ദുആർക്കാണ്ട് നന്റെ സമുദായത്തുവേനായിട്ട് നന്റെ ഉമ്മത്തുവേനായിട്ട് നല്ല മഴശരക് നീട്ടി വെക്കട ചൊന്നെങ്കത്തെ ഷഫാത്ത് ഈ ഷഫാത്ത് ഇട്ടിക്കിട് ദോഷം ചെയ്ത ആൽമാർക്ക് അള്ളാഹു അവിടെ ഷഫാത്ത് ആക്കിയിട്ട് ദ്വാരക്കിട് അള്ളാഹുവെ നന്റെ സമുദായത്തിൽപ്പെട്ട വലിയ ദോഷ ആക്കിയ ആൽമാരെ നീನು നരകത്തിൽ നിന്ന് മോചിപ്പിക്ക റബ്ബേണ്ടി ചെന്നിട്ടു പടച്ചറബുട്ട ഖേദിച്ചിട്ട് ഉൾപ്പെട്ടിട്ടു നബി തങ്ങ ദ്വാരക്കുമ്പോ അള്ളാഹു ആ ഷഫാത്ത് സ്വീകരിക്കട. ഇതൈറ്റിക്കിട് 12 ഷഫാത്തിലെ വ്യത്യസ്തമായ രൂപങ്ങളെ ഇട്ടിക്കിട് ഞങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു. റബ്ബുൽ ഇസ്സത്തായ അള്ളാഹു ഈ നബി തങ്ങളെ പരിശുദ്ധമായ ഷഫാത്തിൽ ഞങ്ങളെല്ലാ ആൾമാരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് നരകത്തിൽ കടക്കാണ്ട് പരിശുദ്ധമായ സ്വർഗത്ത് കടക്കുക ഭാഗ്യ അള്ളാഹു ഞങ്ങൾ എല്ലാ ആൾമാർക്കും തരട്ട്. പരിശുദ്ധമായ റബിയുൽ അവ്വൽ ഏറ്റിക്കിട് പണ്ട് നിബിരവേറിൽ ധാരാളം മൗലിദും ഇബാദത്തും അതുപോലെ സ്വലാത്തും എല്ലാം നിത്യമാക്കിയ ഏറ്റിക്കിട് ഇതുപോലത്തെ ഷഫാത്ത് നിങ്ങൾക്ക് കിട്ടേ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ പരിശുദ്ധമായ ഷഫാത്ത് തന്നിട്ട് ഞങ്ങളെല്ലാ ആൾമാരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ അബ്ബ, ഞങ്ങളെ ഉമ്മ, ഞങ്ങളെ എലങ്ങ മൂത്തങ്ങ പിന്നെയുമക്ക അലയാക്കന്മാർ കുടുംബത്തങ്ങ പഠിക്കട കാലം മുതൽ ഈ നിമിഷത്തോളം ഞങ്ങൾക്ക് ചോറ് തന്നങ്ങ, ഞങ്ങൾക്ക് സഹായിച്ചങ്ങ, ഞങ്ങൾ ഈ ദർസുവിനായിട്ട് കഷ്ടപ്പെട്ട ഗൾഫ് കമ്മിറ്റി, ബാംഗ്ലൂർ കമ്മിറ്റി, ഈ റായത്തങ്ങ ചോറ് തൻ്റെ ഉമ്മമാർ, അതുപോലെ ഞങ്ങളെ ഈ ക്ലാസ് ദൈനംദിനം കേട്ടോണ്ടുള്ളെങ്കത്തെ മീനാത്തുകൾ വേറെ ആൾമാർക്ക് എത്തുപാട്ടി കൊടുക്കണങ്ങ. അള്ളാഹു എല്ലാ ആൾമാർക്കും ഷഫാത്ത് തന്നിട്ട് സന്തോഷിപ്പിക്കണേ. അള്ളാഹ് ഞങ്ങളെ ജീവിതത്തിൽ വന്നു പോയ തെറ്റുകുറ്റങ്ങളെ മാപ്പാക്കിയിട്ട് സ്വർഗത്ത് പ്രവേശിക്കുന്ന ആൾമാരെ കൂട്ടത്തിൽ ഞങ്ങൾ പെടുത്താനേ. അള്ളാഹുവേ ഞങ്ങളെ കൂട്ടത്തിലും കുടുംബത്തിലും ഒരുപാട് കഷ്ടത്തിലുള്ള ഉള്ളാറ് അങ്ങ് എല്ലാ ആൾമാർക്കും നീ സന്തോഷം കൊടുക്കണേ. മരിച്ചുപോയ ഞങ്ങളെ ഖബർ നീ സ്വർഗമാക്കണേ. ഞങ്ങളെ കൂട്ടത്തിലും കുടുംബത്തിലും റായത്തിലും ഈ പള്ളിയുടെ പരിസരത്തും മരിച്ചു കിടക്കറങ്ങുള്ളാറ് എല്ലാ ആൾമാർക്കും ഹബീബായ തങ്ങളെ പരിശുദ്ധമായ ഷഫാത്ത് തന്നിട്ട് സ്വർഗം നീ തന്നേ. അമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.